ജനങ്ങളോട് ഇടതുപക്ഷത്തിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 70 വയസ്സിനേക്കാൾ കൂടുതലുള്ള ആയുഷ്മാൻ ഭാരത് വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ആയുഷ്മാൻ ഭാരത് ആ കരാറിൽ ഇടതുപക്ഷം ഒപ്പുവെക്കാത്തത്? ഇവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുകയല്ലേ ശ്രീകാന്ത്? ഇവിടെ 60 കഴിഞ്ഞാൽ കിട്ടുകയാണ് 2000 രൂപ. അതല്ല 2000 നിങ്ങൾ പറയുന്നത് 70-ന് ശേഷം. ശരത്ത്, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 5 ലക്ഷം രൂപ വരെയുള്ള പൂർണ്ണമായിട്ട് സൗജന്യമുള്ള കിടത്തി ചികിത്സയ്ക്കുള്ള വയോവന്ധൻ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി വയോവന്ധൻ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? യഥാർത്ഥത്തിൽ ഏത് ജനങ്ങൾക്കും വളരെ എളുപ്പം പ്രാപ്യമായ കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീം ഈ കേരളത്തിൽ നേരത്തെ തന്നെയുണ്ട്. LDF ഗവൺമെന്റ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് ആളുകൾക്ക് ആശുപത്രിയിൽ പോയി അവിടുത്തെ PROയിൽ നിന്ന് അപേക്ഷ വാങ്ങിച്ച് ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് കൊടുത്താൽ ചികിത്സക്കുള്ള പണം അവിടെ വന്നു. നിങ്ങൾ ധാരാളം കുടുക്കുകളിട്ട് കൊണ്ടുവരുന്ന ഈ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ പ്രയോജനപ്പെടില്ല. അല്ലാതെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ കാരുണ്യ സ്കീം അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ആശ്രയിക്കാതെ ഈ നാട്ടിൽ കാരുണ്യ ഭാഗ്യക്കുറി നടത്തി അതിനുള്ള ഫണ്ട് കണ്ടെത്തി കാരുണ്യ ബെനവലന്റ് സ്കീം ഞങ്ങൾ നടപ്പിലാക്കുന്നു. കാരുണ്യ ഉമ്മൻചാണ്ടിയുടേതാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കാരുണ്യ ഉമ്മൻചാണ്ടിയുടെ ആ കാരുണ്യ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചിട്ടാണ് ഈ പിണറായി വിജയനെ അധികാരത്തിലേറ്റിയത് എന്ന് കണ്ടാൽ മതി, തോന്നിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷം കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ നിന്നും ഫണ്ട് കിട്ടി ആരെങ്കിലും ഇതിനകത്ത് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അത് ആളുകൾ കൈവക്കിയിട്ടില്ല. ഒരാൾക്കും ഫണ്ട് കൊടുക്കുന്നില്ല. കാരുണ്യ ഫണ്ട് നിർത്തലാക്കിയിരിക്കുക. ഞങ്ങൾ വളരെ കൃത്യമായി കഴിഞ്ഞ 5 വർഷക്കാലം അതിന് മുമ്പത്തെ UDF-ന്റെ ഗവൺമെന്റ് വളരെ കൃത്യമായി അപേക്ഷ കൊടുത്ത് രാവിലെ കൊടുത്ത വൈകിട്ട് തീർപ്പ് കൽപ്പിച്ച് ആ ആശുപത്രിയിലേക്ക് ഫണ്ട് അയച്ചിരുന്നു. ഇന്നത്തെ ഈ കാരുണ്യ ഫണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ലക്ഷത്തിലൊന്നോ കിട്ടുന്നുണ്ടാകും. തലശ്ശേരി ലക്ഷത്തിലൊന്നല്ല, തലശ്ശേരി പോയി നോക്കി ക്യാൻസർ സെന്ററിൽ, തലശ്ശേരി ക്യാൻസർ സെന്ററിൽ പോയി നോക്ക്. അവിടെ എത്ര ദിവസം എപ്പോഴും ഇത് കൊടുക്കുന്നതാണ് നടന്ന് കാരുണ്യ പെൻഷൻ, കാരുണ്യ ഇതിന്റെ